സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ വിനുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ ദുഷ്ടനായിരിക്കുന്ന കംസൻ ദേവകിയെ കൊല്ലാൻ നോക്കുന്നു. പലവിധ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും അപേക്ഷിച്ചിട്ടും കംസൻ ആ ദുഷ്ട ഉദ്യമത്തിൽ നിന്ന് പിന്മാറാതെ മക്കളെ കൊടുക്കാം എന്ന് പറഞ്ഞു. ദേവകിയല്ലല്ലോ കൊല്ലുന്നത് എന്ന് കരുതി കംസൻ വിട്ടയച്ചു, കൊല്ലണ്ടെന്ന് വെച്ചു. ആദ്യം തൊൽസഹജം തദാർപ്പിതമപി, ആദ്യത്തെ പുത്രനായിട്ടുള്ള കീർത്തിമാനെ അർപ്പിച്ചു കൊടുത്തു എങ്കിലും കൊന്നില്ല. ദുഷ്ടന്മാർക്ക് ചിലപ്പോൾ കാരുണ്യവും നന്മയൊക്കെ അവരുടെ ഉള്ളിൽ ഉണ്ടല്ലേ ഗുരുവായൂരപ്പ എന്നൊരു അഭിപ്രായം പറയുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ കംസന് കൊല്ലല്ലേ വേണ്ടത്. കംസൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ സംഗതികൾ എങ്ങനെ ഇരിക്കുകയാണ്. താവത്ത് മനസൈവ നാരദമുനി പ്രോജേസ ഭോജേശ്വരം, ഭോജേശ്വരനായിട്ടുള്ള കംസനോട് നാരദമുനി ഇപ്രകാരം പറഞ്ഞു. എന്ത്? യൂയം നന്നസുരാ സുരാച്ച യദവോ, കൃഷ്ണപക്ഷന്മാരൊക്കെ യദുക്കളും അങ്ങ് അസുരന്മാരുമാണ്. കാലനേമി എന്ന അസുരനായിരുന്നു കംസൻ കഴിഞ്ഞ ജന്മം എന്നാണ്. അപ്പോൾ അസുരന്മാരുടെ ഒരു ജന്മം വംശമാണ്, അല്ലെങ്കിൽ രാജൻ നിങ്ങൾ. ജാനാസിക്കിന്ന പ്രഭോ, ഇത് നിങ്ങൾക്ക് എന്താ അറിയില്ല എന്നുണ്ടോ? അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം? വളരെ ജാഗരൂകതയോട് കൂടിയിട്ടിരിക്കണം. മായാവീസ ഹരിയായിട്ടുള്ള വിഷ്ണുവിൻ്റെ കയ്യിൽ പല സൂത്രവിദ്യകളും ഉണ്ട്. ഏതാണ് 8 ഏതാണ് 9 എന്നൊന്നും ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ആവണം എന്നില്ല. ഇത്യാകർണ്യ യദൂൻ അദൂതുനത്, യദൂൻ അദൂതുനത് അസൗ ശൗരേച്ച സൂനൂനകൻ, കുട്ടികളെയൊക്കെ കൊന്നളയാം, ജാഗ്രതയായിട്ടിരുന്നളയാം, ആരെയും ജീവിക്കാൻ അനുവദിക്കണ്ട. ജാതമഹൻ, ജനിച്ച കുട്ടികളെയൊക്കെ കൊന്നു. അജനശങ്കയ, അതന്നെ ഇരിക്കുമോ വിഷ്ണു, ഇതന്നെ ഇരിക്കുമോ വിഷ്ണു, 8ാമത്തെ ഇരിക്കുമോ വിഷ്ണു, 6ാമത്തെ ഇരിക്കുമോ വിഷ്ണു, 3ാമത്തെ ഇരിക്കുമോ വിഷ്ണു എന്ന് നിശ്ചയമില്ലാതെ എല്ലാവരെയും അങ്ങോട്ട് കൊല്ലാൻ തീരുമാനിച്ചു. 6 കുട്ടികളെ കൊന്നു. ഹതേഷു ഷട്സു ബാലേഷു, 6 കുട്ടികളെ കൊന്നു. എന്തൊരു കട്ടാത്. ഈ 7ാമത്തെ ദേവകി ഗർഭിണിയായിട്ടുള്ള കാര്യം പറയുകയാണ്. പ്രാപ്തേ സപ്തമഗർഭതാ മഹിപതേ ത്വത്പ്രേരണാന്മായയാ നീതേ മാധവരോഹിണിന്തമവിഭോ സച്ചിത്സുഖൈകാത്മക ദേവക്യാ ജഡരം വിവേശിത വിഭോ സംസ്തൂയമാനസുരൈ സത്വം കൃഷ്ണ വിധൂയ രോഗപടലിം ഭക്തിംബരം ദേഹിമേ. സത്വം കൃഷ്ണ വിധൂയ രോഗപടലിം ഭക്തിംബരാം ദേഹിമേ എന്ന് പ്രാർത്ഥനയാണ്. അങ്ങനെയുള്ളതായിരിക്കുന്ന കൃഷ്ണ രോഗത്തിൻ്റെ പടലം കൂട്ടത്തിനെ വിധൂയ ഇല്ലാതാക്കി രോഗത്തെ ശമിപ്പിച്ച് രക്ഷിക്കണമേ. പരാം ഭക്തിയും ദേഹിമേ, യഥാർത്ഥമായിട്ടുള്ള ഭക്തി എനിക്ക് തരയണമേ എന്ന് പ്രാർത്ഥനയാണ് അവസാനത്തെ വരി. ബാക്കി 3 വരിയിലെ കാര്യങ്ങളുള്ളൂ. പ്രാപ്തേ സപ്തമഗർഭതാം, അതാണ് ആരാണ് 7ാമത് ഗർഭത്തിൽ പ്രവേശിച്ചത്? അഹിപദോ, അഹി പാമ്പ്, അനന്തൻ്റെ അംശം കൊണ്ടാണ് ദേവകി 7ാമത് ഗർഭിണിയായത്. പ്രാപ്തേ സപ്തമഗർഭതാം അഹിപദവും, 8ാമത്തെ ഗർഭത്തിൽ അനന്തൻ അവതരിച്ചിരിക്കും സമയത്തിങ്കൽ എങ്ങനെയാ? ത്വത്പ്രേരണാൻ മായയ, അങ്ങയുടെ പ്രേരണ കൊണ്ട് നീതേ മാധവ രോഹിണീൻ ത്വമവിഭോ, ഈ 7ാമത്തെ ഗർഭം രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റി.
ഗോകുലത്തിൽ രോഹിണി ഈ സമയത്ത് ഗർഭിണിയായി എന്നർത്ഥം. അപ്പോൾ 3 മാസം, ആദ്യത്തെ കുറച്ച് മാസം ഒരാളുടെ ഗർഭത്തിലും പിന്നീട് വേറൊരു ഗർഭത്തിലും ജനിച്ചിട്ടുള്ള ഒരേ ഒരു കഥാപാത്രം ചിലപ്പോൾ ബലരാമനാവും. ഇപ്പം ആരാ അമ്മ എന്ന് ചോദിച്ചാൽ 2 അമ്മയുണ്ട്. ഒന്ന് രോഹിണി, ഒന്ന് ദേവകി. ഇങ്ങനെ കേട്ടിട്ടുണ്ടോ ആർക്കെങ്കിലും? അത് നമ്മുടെ ജനറ്റിക് ടെക്നോളജി അത്രത്തോളം പണ്ട് വളർന്നിരുന്നു എന്ന് വേണം കരുതാമെന്നാണ് ചിലരുടെ അഭിപ്രായം. കുറച്ച് കഴിഞ്ഞാൽ ആ ഗർഭത്തെ വേറൊരു ഗർഭപാത്രത്തിലേക്ക് മാറ്റുന്ന ജനറ്റിക് ടെക്നോളജി നമുക്കുണ്ടായിരുന്നു. ഇത് വേറൊരാളുടെ ഗർഭപാത്രം വാടകയ്ക്ക് എടുക്കുക, മറ്റൊരാളുടെ ശരീരത്തിലത്തെ ബീജവസ്തു ഉപയോഗിച്ചിട്ട് മറ്റൊരാൾക്ക് സന്താനോത്പാദനം കൃത്രിമമായിട്ട് നടത്തുക ഒക്കെ നമ്മൾക്കറിയാം. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് അതിനെ വേറൊരു ഗർഭത്തിലേക്ക് മാറ്റുന്നത് ടെക്നോളജി ഉണ്ടോ എന്ന് സംശയമാണ്. അപ്പം അത് പ്രകാരം കുറച്ചിങ്ങനെ കഴിഞ്ഞപ്പോൾ ഈ ഗർഭം പ്രസവിക്കാതെ പോയി എന്ന് ആൾക്കാർ കണക്കാക്കി. ഇപ്പോഴാണ് കംസന് വളരെയധികം നാരദൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഈശ്വര, ഇനിയിപ്പോൾ അടുത്തതാണോ 8, അതോ അതിൻ്റെ അടുത്തതാവും അത് കൂട്ടാനില്ലെങ്കിൽ? ഇത് മുഴുവനാവണില്ല 7ാമത്തെ ഗർഭം. അപ്പം അത് കൂട്ടിയിട്ടോ 8, കൂട്ടാതെയോ 8. നാരദൻ മഹാബുദ്ധിമാനാണ്, തനിക്ക് വേണ്ടപ്പെട്ട ആളാണ് എന്ന് കംസന് ഉറപ്പിച്ചു. അതുകൊണ്ടാണ് ഇതൊക്കെ തത്തിയാണ്. ഏതാണ് 8? ഇപ്പോൾ ഇവിടെ സംശയമായി. നീതേ നയിക്കപ്പെടുക, നീതേ മാധവ രോഹിണിയും. മാധവ, അത് രോഹിണിയുടെ ഗർഭത്തിലേക്ക് നീതേ മാറ്റപ്പെട്ടുവല്ലോ. തത്പ്രേരണാൻ മായ, അങ്ങയുടെ മായാശക്തി കൊണ്ട്. അല്ലയോ സച്ചിത് സുഖേകാത്മക, സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ഭഗവാനെ, അങ്ങോ സാക്ഷാൽ മഹാവിഷ്ണു ദേവക്യാജഠരം വിവേശിത വിഭോ. 8ാമത് ദേവകി ഗർഭസ്ഥനായി. 7ാമത് ബലരാമൻ്റെ അവതാരമാണ്. അത് പകുതിയാക്കി അങ്ങോട്ട് മാറ്റി. 8ാമത് സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ തഥോ ജഗന്മംഗളമച്യുതാംശം സമാഹിതം ശൂരസുതേന ദേവി. അച്യുതാംശമായിട്ട് ലോകത്തിന് മുഴുവനെ മംഗളം ചെയ്യാനുള്ള ഭഗവാന്റെ അവതാരത്തിന് ഇതാ തുടക്കം കുറിച്ചിരിക്കണു. ദേവക്യാ ജഠരം വിവേശിത വിഭോ അന്നിക്കേ സംസ്തൂയമാനസുരൈ. ബ്രഹ്മാദിദേവന്മാരൊക്കെ ഭഗവാനെ സ്തുതിക്കുകയാണ്. സ്തുതി, മാവിൻ്റെ സ്തുതി കുറേ ശ്ലോകത്തിൽ ഭാഗവത്തിൽ പറയുന്നുണ്ട്. 2ാമത്തെ അധ്യായം കുറേ സ്തുതികളാണ്. ഏകമായിട്ടുള്ള മൂലവേര്, 10 ഇലകളായിരിക്കുന്ന പ്രാണന്മാരെ, പഞ്ചപ്രാണന്മാരും പ്രധാന വേരുകൾ, അങ്ങനെയുള്ള ഇലകളോട് കൂടിയിട്ടുള്ള വൃക്ഷം, പഞ്ചഭൂതങ്ങളായിട്ടുള്ള 5 ശാഖകൾ, ജീവാത്മാവും പരമാത്മാവായിട്ടുള്ള പക്ഷി, സുഖങ്ങളും ദുഃഖങ്ങളുമായിട്ടുള്ള പഴങ്ങൾ, പ്രകാരമുള്ള സംസാര വൃക്ഷമാണല്ലോ സർവേശ്വര അങ്ങ്. പ്രാണൻ, ഉദാനൻ, ദമാനൻ, വ്യാനൻ, അതുപോലെ തന്നെ കൃമീകൻ, കൃങ്ങീലൻ എന്നൊക്കെ പറഞ്ഞിട്ട് സനഞ്ജയൻ, ദേവദത്തൻ, അങ്ങനെയുള്ള പഞ്ചപ്രാണന്മാർ, 5-10 പ്രാണന്മാരുണ്ടായതാണ്. അതാകുന്ന ഇലകളോടുകൂടിയ സംസാര വൃക്ഷമാണ് അല്ലയോ സർവേശ്വര അങ്ങ് എന്നാണ് ബ്രഹ്മാവ് സ്തുതിക്കുന്നത്. സത്യംബരം സത്യപരം ത്രിസത്യം സത്യസ്ഥ യോനിം നിഹിതഞ്ച സത്യേ. ഭാഗവതം സത്യംബരം ധീമഹിയിലാണ് തുടങ്ങുക ആദ്യത്തെ ശ്ലോകം. ഇവിടെ സത്യംബരം സത്യം, സത്യത്തോട് സത്യം. ഈ അവസാനത്തെ ശ്ലോകത്തിൻ്റെ തൊട്ട് മുമ്പിലും ഉണ്ട് സത്യംബരം ധീമഹി. നാരായണീയത്തിലൊക്കെ ആനന്ദമാണ്, തുടക്കത്തിൽ നടുക്കിലും കഴിയുമ്പോഴും. ഇവിടെയൊക്കെ സത്യമാണ്. സത്യം തന്നെ ആനന്ദം, ആനന്ദം തന്നെ സത്യം. പരമസത്യം എപ്പോഴും ആനന്ദമാണ്, രണ്ടും രണ്ടല്ല. പദേവക്യാജഠരം വിവേശിത വിഭോ സംസ്തൂയമാനസുരേ. ദേവകിയോട് പറയേണ്ട ബ്രഹ്മാവ് ഭവതി ഭാഗ്യവതിയാണ്. ഭഗവാന്റെ അമ്മയുമായുള്ള യോഗം ഉണ്ടായില്ലേ? ഭൂമി നീ ഭാഗ്യവതിയാണ്. കൃഷ്ണാവതാരം ഉണ്ടാവാനുള്ള ഭാഗ്യം ഉണ്ടായില്ലേ? വേറെ ഏതെങ്കിലും ലോകത്തിൽ കൃഷ്ണാവതാരം ഉണ്ടായിട്ടുണ്ടോ? അതുകൊണ്ട് ഭൂമി ദേവിയുടെ ഭാഗ്യം, ദേവകിയുടെ ഭാഗ്യം, വസുദേവരുടെ ഭാഗ്യം, എല്ലാവരുടെയും ഭാഗ്യം, അവതാരമായിട്ട് ബന്ധപ്പെട്ടവരുടെയൊക്കെ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് മത്സ്യ കൂർമ്മ വരാഹാദി അവതാരങ്ങളെക്കുറിച്ച് ഏതൊരാൾ കീർത്തിക്കുന്നുണ്ടോ അവർക്ക് ഈ ലോകത്തിൽ ദുഃഖം എന്നൊന്നില്ല. അതുകൊണ്ട് സർവേശ്വര അത് സദാ കീർത്തിക്കാനും മറ്റും സാധിക്കണമേ. അവതാര കാര്യങ്ങളെക്കുറിച്ച് കീർത്തിക്കുക. അങ്ങനെ ഇതാ പൂർണ്ണാവതാരത്തെ കൈക്കൊള്ളുകയാണ്. ഇത് പൂർണ്ണാവതാരമാണ് എന്നൊക്കെ പറഞ്ഞ് ബ്രഹ്മദേവൻ മറ്റ് ദേവന്മാരൊക്കെ സ്തുതിക്കുന്നത് 2-ാമത്തെ അധ്യായത്തിൽ ദശമം വിസ്തരിച്ചിട്ട് പറയുന്ന ഒരുപാട് സ്തുതികളൊക്കെ അതിൽ പറയുന്നുണ്ട്.
ഭക്തി തന്നെയാണ് ഭഗവാനെ അങ്ങയിലേക്ക് എത്താൻ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളതും എളുപ്പമായിട്ടുള്ള മാർഗം. എല്ലാവർക്കും സ്വീകാര്യവുമാണ്, മുഷിപ്പില്ലാത്തതും ആണ്. കടുകട്ടി ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ മഹാമുഷിപ്പാവും ചില ആൾക്കാർക്കൊക്കെ അല്ലേ. അഹങ്കാരം, മത ഇത് ബ്രഹ്മതത്വം, മഹത്വത്വം, മറ്റത് മറിച്ചത്, 3 തത്വകത എന്നൊക്കെ പറഞ്ഞാൽ സ്ഥൂലജ്ഞാനം സൂക്ഷ്മജ്ഞാനം ദാപഭാഗവത്തിൽ ആദ്യമൊക്കെ പറയണില്ലേ. അതൊക്കെ പറയേണ്ട വെച്ചിട്ടാവും പറയേണ്ട ആൾ തന്നെ പറയുന്നുണ്ടാവും. കാരണം ആ മാതിരിയാണ് ആ വിഷയേ. അതൊക്കെ ജ്ഞാനയോഗത്തിൻ്റെ ധ്യാനയോഗത്തിൻ്റെ മാർഗങ്ങളാണ്. പക്ഷേ ഭക്തിയോഗത്തിലോ അങ്ങനെ യാതൊരു വിഷമവും എനിക്കും അനുഭവപ്പെട്ടിട്ടില്ല. നല്ല മാർഗങ്ങൾ, ഭക്തി ഉണ്ടാവണ കാര്യങ്ങൾ, ലളിതമായിട്ടുള്ള കാര്യങ്ങൾ, ആർക്കും മനസ്സിലാവണ കാര്യങ്ങൾ, സങ്കീർണതകളില്ലാത്ത കഥകൾ, അങ്ങനെയുള്ള ഭജനങ്ങൾ. ഭജനപാട് ഭക്തിയുടെ പ്രധാന ലക്ഷണ ഭജനപാട്. ആർക്കും മടുക്കില്ല. എല്ലാവർക്കും ആനന്ദം കൊടുക്കുന്നതാണ് ഭജന. അവിടെ സർവീശ്വര ആ ഭക്തി തന്നെ എനിക്ക് ഉണ്ടാക്കി തരണമേ. ഭക്തിം വരാം ദേഹിമേ പ്രാപ്തേ സപ്തമ ഗർഭതാമഹിപദോ. അഹി ഗർഭതാമഹിയല്ല, ഗർഭതാം അഹിപദോ. ഗർഭതാം പ്ലസ് അഹി, അഹി പാമ്പ്, അനന്തൻ. അഹി എന്ന് പറഞ്ഞാൽ പാമ്പാണ് സംസ്കൃതത്തിൽ. അപ്പം ഗർഭതാം പ്ലസ് അഹി, അഹി ആണ് ഗർഭതാമഹി. ഗർഭതാമഹിപദോ തത് പ്രേരണാന്മായ നീതെ നയിക്കപ്പെട്ടു. മാധവരോഹിണിയും ദമഭിഭോ. 7ാമത്തെ ഗർഭൻ രോഹിണിയുടെ ഗർഭത്തിലേക്കല്ലേ ഗുരുവായൂരപ്പ അങ്ങയുടെ പ്രേരണയാൽ മാറ്റപ്പെട്ടു. യോഗമായാദേവിയുടെ സഹായത്തോട് കൂടിയിട്ടാണ് മാറ്റപ്പെട്ടതെന്ന് ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നു. യോഗമായാദേവിയുടെ സഹായം ഭഗവാൻ തേടി. ശാരദാംബിക, നാരായണി, ദുർഗാഭദ്രകാളി മുതലായ നാമങ്ങളാൽ അല്ലയോ ദേവി ഭവതിയെ ലോകത്തിലുള്ളവർ സ്മരിക്കും. അതുകൊണ്ട് ഈ ഉപകാരം ചെയ്താൽ അത് വെറുതെ ആവില്ല. ഇത് മാറ്റാൻ ദേവിയുടെ സഹായം വേണം. യോഗമായാദേവി ഉണ്ടെങ്കിലേ ആരും അറിയാതെ ഇത് ചെയ്യാൻ പറ്റും. ഒരാൾ അറിയാൻ പാടില്ല. കംസനറ്റ് അറിഞ്ഞാൽ കഥ അപ്പം കഴിയും. അപ്പോൾ ആരും അറിയാതെ കഴിയണമെങ്കിലാണ് ആരുടെ സഹായം വേണ്ടത്? യോഗമായാദേവി. മായ ഇവരെയൊക്കെ ബാധിച്ച് ഉറക്കുക, ഗംഭീര ഉറക്കം. അപ്പം അതൊന്നും ചെയ്തത് ആരും അറിഞ്ഞില്ല. അതാണ് ഇവിടെ രോഹിണി നീത മാറ്റപ്പെട്ടു. നീതേ മാധവ രോഹിണിയും തമഭിഭോ സച്ചിത്സുഖേകാത്മക. അങ്ങ് സച്ചിദാനന്ദ സ്വരൂപത്തോടു കൂടി ദേവകിയുടെ ഗർഭത്തിലേക്ക് 8ാമത് പ്രവേശിച്ചു. ദേവക്യ ജഠരം ദിവേശിത വിഭോ സംസ്തൂയമാനസുരൈ. ബ്രഹ്മാവ്, ദേവന്മാർ മുതലായവരാൽ സ്തുതിക്കപ്പെട്ടിട്ട് സത്വം കൃഷ്ണ വിദൂയ രോഗപടലിം ഭക്തിം പരം ദേഹിമേ. അങ്ങനെയുള്ളതായിരിക്കുന്ന കൃഷ്ണാരോഗത്തിൻ്റെ എല്ലാ കൂട്ടങ്ങളെയും ഇല്ലാതാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദശകം അവസാനിപ്പിക്കുകയാണ്. അടുത്തതായിട്ട് കൃഷ്ണാവതാരം വർണ്ണിക്കുകയാണ് അടുത്ത ദശകത്തിൽ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.